അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ആലപ്പുഴയിലാണുള്ളത്. ഓക്കെ, എല്ലാ സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാലത്തൊരു 10 മണിക്ക് തന്നെ എത്തി. നമുക്ക് ഈ ഒരു ഇന്നത്തെ ദിവസം നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ആലപ്പുഴയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പുന്നമട കായലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ തന്നെയാണ് നമ്മുടെ ലോക്കൽ ഗൈഡും വരുന്നത്. ഓക്കെ, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കാണുമ്പോൾ കാണാം നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകൾ അപ്പുറത്തും നിൽക്കുന്നത്. ഇത് കണ്ടില്ല, ഒരുമിച്ചൊരു ബോട്ട്. അപ്പോൾ ഓൺ ദ വേ ടു പുന്നമടക്കായൽ. നമ്മളിങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടില്ലേ, പല സൈസിലും വലിപ്പത്തിലുള്ള ഓരോ ബോട്ടുകൾ. 5 ബെഡ്റൂം 10 ബെഡ്റൂമിൻ്റെയൊക്കെ ബോട്ടുകളാണ് വരുന്നത്. ഇതാണ് ഓപ്പൺ പുന്നമടക്കായൽ. ഇവിടെയാണ് നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് ലൈൻ എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഈ നെഹ്റു ട്രോഫി ഇവിടെ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതേപോലത്തുള്ള ഹൗസ് ബോട്ടുകൾ ഹയർ ചെയ്യാൻ പറ്റും. ഞാൻ ലോക്കലായിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു 2 ബെഡ്റൂം ബോട്ടിനൊക്കെ വരുന്നത് 8,000 10,000 പറയുന്നത്. അത് ഡിപ്പെൻസാണ് ഓരോ ഏജൻസി അനുസരിച്ചിട്ട്. അത് നമ്മളിന്നിപ്പോൾ 1 അവറിനാണ് നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ലോക്കൽ ഗൈഡ് കിട്ടാൻ വേണ്ടി ഇൻഫോർമേഷൻസ് ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നു ഈ ഒരു 1 അവറിൽ. അങ്ങനെ അപ്പോൾ നിങ്ങളിത് കാണുക. അപ്പോൾ ഇന്നത്തെ ട്രാവലിൽ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് ബോട്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ ഗൈഡ് പറയണത് വെച്ച് കഴിഞ്ഞാൽ 1000-ന് മുകളിൽ ഹൗസ് ബോട്ടുകളുണ്ട്. ഇതാ പോണൊരു ചേട്ടൻ ഇതേ പുല്ലും കൊണ്ട്. ഇതിങ്ങനെ പ്രൈവറ്റായിട്ടൊക്കെ ഇവർ അനുവദിക്കും കേട്ടോ. ഇവിടെ പ്രൈവറ്റ് കയാക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്കൊരു പെർ അവർ എനിക്ക് തോന്നുന്നു 1000 രൂപയാണെന്ന് തോന്നുന്നു. കുറച്ച് എക്സ്പെൻസാണോ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. പെർ അവർ 1000-ന് വേണ്ടി കയാക്കിംഗ് ഒക്കെ ചെയ്യാം. നല്ല ചുട്ട വെയിലുണ്ട് ചില സമയത്ത്. ഓക്കെ, ഇതിപ്പോൾ പുതിയതായിട്ടുള്ള ഒരു റിസോർട്ട് വരുന്നതാണ് ഇവിടെ. ഓക്കെ, ഒരു പ്രൈവറ്റ് റിസോർട്ട് സൂപ്പറാണ്. പുറത്തുനിന്ന് കാണാൻ അടിപൊളിയാണ്. അവർ പൂളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. സെപ്പറേറ്റ് 1 by 1 വില്ലാസും അവരതിവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞത് ഇങ്ങനെ അടിയിൽ നിന്ന് മണ്ണ് കോരിയിട്ട് ഈ തെങ്ങിനൊക്കെ ഇങ്ങനെ വളമിടുന്ന ഒരു പരിപാടി അത്ര. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. ദേ നോക്കണു, ദേ ഒരു അടിപൊളി പാലം സൂപ്പറായിരിക്കണം. ഇതാണ് ഇവിടുത്തെ റിസോർട്ടുകൾ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ റിസോർട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കയാക്കിങ്, പ്രൈവറ്റായിട്ടുള്ള കയാക്കിങ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് വരാം, ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ആലപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കായലുകളുണ്ട് ആലപ്പുഴയിൽ. ഞങ്ങളിത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ ഒരു ഡക്ക് ഫാമിങ്ങിൻ്റെ പ്രോഗ്രാമുണ്ട്. നമ്മളവിടെ പോയിരുന്നു. ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, 1 by 1 ആയിട്ട് ഒരുപാട് താറാവുകളുടെ ഇങ്ങനെ ആദ്യത്തെ 1 മാസത്തെ പിന്നെ 2 മാസത്തെ താറാവുകളിനെ ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ വളർത്തുന്നുണ്ട്, സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇതാ വരുന്നു കയാക്കിങ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതൊക്കെ ഇവിടുന്ന് നമുക്ക് എടുക്കാം കേട്ടോ, പെർ റെൻറ്റിന് വേണ്ടി. ഇത് കണ്ടില്ലേ, പ്രൈവറ്റായിട്ടുള്ള ഓരോ വീട്ടിൽ പ്രൈവറ്റ് ബോട്ടുകളുണ്ട്, സ്പീഡ് ബോട്ടുകളുണ്ട്. പക്ഷെ എന്താ അല്ലേ ഈ സ്ഥലം, ഈ പറയുന്ന തുരുത്തെന്ന് പറയുന്നതിന്, ഈ തുരുത്തിൽ ഇവിടെയാണ് മറ്റേ കുഞ്ചാക്കോ ബാബൻ്റെ ഒരു പടം ആട്ടിൻകുട്ടികളും പുള്ളിക്കുളികളും എന്ന് പറഞ്ഞ ഒരു പടം ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ എന്നോട് ഗൈഡ്. കണ്ടില്ലേ കയാക്കിങ്ങിൻ്റെ ബോട്ട്. ഇതാണ് നമ്മുടെ ചേട്ടൻ. പ്രൈവറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. ഇതാണ് നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ ഒരു ജെട്ടി എന്ന് പറയുന്ന ഇവർ
കണ്ടില്ലേ, നെഹ്റു ട്രോഫി എന്ന് എഴുതിയിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. ഇതും വരുന്നതും ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. അതാ വരുന്നു ഗവൺമെൻറ് പ്രോപ്പർട്ടി. നല്ല തുരുമ്പാണ്. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മുടെ ടൂറിസം, കേരള ടൂറിസത്തിൻ്റെ മന്ത്രിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ പറയുന്ന ഗൈഡ് പറഞ്ഞത് ഇയാൾക്ക് കുവൈറ്റിൽ 1-2 ഹോസ്പിറ്റലുകളുണ്ട്. കഴിഞ്ഞ 2018 ഇത് മൊത്തം വെള്ളം കയറി ആകെ അലമ്പായിന്ന് പറഞ്ഞത്. വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞാൻ 1-2 ഫോറിനേഴ്സിനെ കണ്ടിരുന്നു. സ്വന്തമായിട്ട് ഇവർക്ക് തന്നെ പ്രൈവറ്റ് ഒരു 4-5 പ്രൈവറ്റ് ഹൗസ് ബോട്ട്സ് ഉണ്ട്. ഓക്കെ, ദേ പോണൊരു സ്പീഡ് ബോട്ട്. ദാ പോയി, ദേ വന്നു. അങ്ങനെ ആള് കിടപ്പായി. ഈ ആലപ്പുഴയ്ക്കും കാണുമ്പോഴാണ് നമ്മളെ സ്റ്റിക്കർ ഓർമ്മ വരുന്നത്. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. സംഭവം AMG എന്നൊക്കെയും പടം അടിച്ചിട്ടുണ്ട്. ആർക്കറിയത് AMG ആണോ കാര്യങ്ങളാണോ എന്ന് തന്നെ. ഇതൊക്കെയും 10 റൂമിൻ്റെ ബോട്ടാണ് കേട്ടോ അത്. എങ്ങനെയുണ്ട് ഹൗസ് ബോട്ടുകൾ? സൂപ്പറല്ലേ? എൻ്റെ പൊന്നെ, ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ വലിപ്പം നോക്കി. 10ഓളം റൂമുണ്ടായിരിക്കും. ഒരു ഫാമിലി ഒരു ദിവസത്തേക്ക് എടുത്തേക്കെന്ന് തോന്നണം. ഓളിയും ബഹളവും കേൾക്കുന്നുണ്ട് അതൊന്ന്. പക്ഷെ എന്താല്ലേ, അങ്ങനെ ഏറെക്കുറെ നമ്മൾ ആ കായൽ ചെറുതായിട്ട് ചുറ്റിക്കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തിരിച്ച് നമ്മൾ വരികയാണ്. വീണ്ടും ഇതേപോലെ വീണ്ടും ആൾക്കാർ ട്രിപ്പ് എടുത്തിട്ടുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ളവരുടെ ചെറിയ ചെറിയ ഹൗസ് ബോട്ടിൽ നിന്ന്. ഇത് നോക്കി ചേട്ടൻ ചേച്ചി ഇരുന്നോടെ സിഗരറ്റ് വലിക്കുക. സംഭവം അടിപൊളി ട്രിപ്പാണ്. 1 അവർ ആണെങ്കിൽ നമുക്ക് ആ 1 അവർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഇവിടേക്കുള്ളത്. ഇനി ആലപ്പുഴയുടെ ഗ്രാമീണ ഭാഗങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, അതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചേട്ടനോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഓക്കെ ചേട്ടാ. ഗവൺമെൻറ് വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ചേട്ടനൊരു U-ടേൺ എടുക്കുകയാണ്. എന്താ കഥ നോക്കിയ യൂ ടേൺ തിരിയാണ്.